സ്ത്രീകൾ പലപ്പോഴും അവരുടെ ലൈംഗിക അസംതൃപ്തി തുറന്നു സംസാരിക്കാറില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം സ്വന്തം ശരീരത്തെ പറ്റിയുള്ള ഒരു അറിവില്ലായ്മയും അതുപോലെ തന്നെ സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം ഉണരുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസവുമൊക്കെയാണ്. ഇതാണ് പിന്നീട് പല ദാമ്പത്യ ബന്ധങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് സംഗീത് സെബാസ്റ്റ്യൻ. ഞാനൊരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററും നോൺ മെഡിക്കൽ സെക്ഷൽ ഹെൽത്ത് കൺസൾട്ടൻറ്റുമാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഏറ്റവും ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രദേശമാണ് ഈ വൾവ എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ യോനിയുടെ പുറം ഭാഗത്തെയാണ് ഈ വൾവ എന്ന് വിശേഷിപ്പിക്കുന്നത്. ക്ലിറ്ററിസ് എന്ന് വിളിക്കുന്ന ക്രിസരി, അതിൻ്റെ പുറത്തുള്ള ആവരണം ക്ലിറ്ററൽ ഹുഡ്, ചുണ്ടുകൾ, ലേബിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നാഡീവ്യൂഹങ്ങൾ ഉള്ളത്. അതായത് വികാരമുണർത്തുവാൻ കഴിവുള്ള നെർവ് എൻഡിങ്സുകൾ അടങ്ങിയിട്ടുള്ളത്. നിങ്ങളുടെ ശരീരം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കണ്ണാടി നോക്കി മനസ്സിലാക്കുകയാണ് ആദ്യത്തെ പടി. കാരണം എങ്ങനെയാണ് നിങ്ങളുടെ ശരീരം പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലായെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ പങ്കാളിക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കത്തുള്ളൂ. ലൈംഗിക സുഖം ലഭിക്കുന്നതിന് വേണ്ടി സ്വയം പരിശീലിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ലൂബ്രിക്കൻസ് ഉപയോഗിക്കുന്നതും വൈബ്രേറ്റർ ഉപയോഗിച്ച് പരിശീലിക്കുന്നതുമൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ പരിശീലനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് സുഖം ലഭിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെ കഴിയുന്നത്ര പരിശീലിക്കാതിരിക്കുക. മറിച്ച് ആ ഒരു നിമിഷം ആസ്വദിക്കാനായിട്ട് ശ്രമിക്കുക. എനിക്ക് ഓർഗാസം അഥവാ രതിമൂർച്ച ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് ആവലാതിപ്പെടുന്നതിന് പകരം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സ്പർശനത്തിലും സുഖത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത ഘട്ടം പങ്കാളിയോട് തുറന്നു സംസാരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രം ഒരു സുഖം ലഭിക്കണം എന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള സ്പർശനമാണ് ഇഷ്ടമെന്ന് പങ്കാളിയോട് തുറന്നു പറയുക. പല പുരുഷന്മാരും ആഗ്രഹിക്കുന്നത് അവരുടെ പങ്കാളികൾക്ക് ഒരു പൂർണ്ണ ലൈംഗിക സംതൃപ്തി നൽകണമെന്ന് തന്നെയാണ്. പക്ഷെ പലപ്പോഴും അവരതിന് ശ്രമിക്കുന്നത് ഒരു തെറ്റായ രീതിയിലായിരിക്കും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ക്രിസരി എന്ന് പറയുന്ന അവയവം ഒരു പുരുഷന്റെ ലിംഗം പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവമാണ്. കാരണം ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഈ ക്രിസരി നേരിട്ടുള്ള ഉത്തേജനത്തിലൂടെയാണ് ഒരു രതിമൂർച്ചയിലെത്തുന്നത്. എന്നാൽ ഈ ക്രിസരിയുടെ ഒരു പ്രാധാന്യത്തെ പറ്റി അറിയാവുന്ന പുരുഷന്മാർ പോലും സെക്സിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. അന്നേരം അവരുടെ മനസ്സിൽ വരുന്നത് ഈ പോൺ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെയുള്ള അടിച്ചു ചെയ്യുന്ന സെക്സ് ആണ്. കാരണം അങ്ങനെയാണ് നമ്മുടെ സമൂഹവും കൾച്ചറും ഒക്കെ സെക്സിനെ നിർവചിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഒരു ചിത്രമാണ് അവരുടെ മനസ്സിൽ ആഴത്തിൽ ഉറച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു കാഴ്ചപ്പാട് മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പങ്കാളിയുമായിട്ടുള്ള സെക്സിൽ ഏർപ്പെടുന്നത് ഈ നീന്തൽ പഠിക്കുന്നത് പോലെയുള്ള ഒരു സ്കില്ലാണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. ലൈംഗിക ബന്ധത്തിനിടയിൽ ഒരു സ്ത്രീ സെൽഫ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, സ്വയം ഉത്തേജിപ്പിക്കുന്നത് തങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാരുമുണ്ട്. ഇതും ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. പല സ്ത്രീകൾക്കും ആ ലൈംഗിക ബന്ധത്തിനിടയിൽ പലതരം ചിന്തകൾ ഉണ്ടാകാറുണ്ട്. എന്നെ കാണുവാൻ ഭംഗിയുണ്ടോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് തുടങ്ങിയ ചിന്തകൾ. ഈ ചിന്തകളെല്ലാം തന്നെ ആ ലൈംഗിക സുഖത്തെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട് സ്വന്തം ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ലൈംഗിക താല്പര്യം ഉണരുന്നതിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഇപ്പോഴും പല ദമ്പതികൾക്കും, ഈവൻ ഡോക്ടർമാർക്ക് പോലും അറിഞ്ഞുകൂടാത്തത്. ഒട്ടുമിക്ക പുരുഷന്മാർക്കും ഉള്ളത് സ്പോണ്ടേനിയസ് ഡിസയറാണ്. അതായത് അവർക്ക് കാണാൻ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു ലൈംഗിക ആകർഷണം തോന്നും. എന്നാൽ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഇത് നേരെ മറിച്ചാണ്. അവർക്ക് ഒരു ലൈംഗിക താല്പര്യം ഉണരണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പ്രചോദനം അല്ലെങ്കിൽ ഒരു പ്രേരണ ആവശ്യമാണ്. ഉദാഹരണത്തിന് നിങ്ങൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു മടിയായിരിക്കും. എന്നാൽ വർക്കൗട്ട് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് താല്പര്യം വരും. ഇതിനാണ് പ്രചോദനത്തിന് ശേഷം ഉണരുന്ന ലൈംഗിക താല്പര്യം എന്ന് പറയുന്നത്. പ്രായം കൂടും തോറും അതുപോലെ തന്നെ ദീർഘകാല ദാമ്പത്യ ബന്ധങ്ങളിൽ ഈ സ്പോണ്ടേനിയസ് ഡിസയർ കുറയാം. അതായത് പെട്ടെന്നൊരു മൂഡ് ഉണ്ടാകണമെന്നില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവിടെ ആ ഒരു മൂഡ് സൃഷ്ടിക്കുന്നത് സ്പർശനത്തിലൂടെയും ആലിംഗനത്തിലൂടെയും ഒക്കെ ആയിരിക്കും. ഇത് തികച്ചും സ്വാഭാവികമാണ്. ജോലി തിരക്ക്, കുട്ടികൾ, വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ എന്നിവയാണ് പല സ്ത്രീകളിലെയും ഈ സ്പോണ്ടേനിയസ് ഡിസയർ കുറയ്ക്കുകയും ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇതൊരു രോഗമല്ല, മറിച്ച് നിങ്ങളുടെ ശരീരം പ്രതികരിക്കുന്ന ഒരു രീതിയാണ്. ഇത് പ്രായം കൂടുന്തോറും പുരുഷന്മാർക്കും ഒരുപോലെ ബാധകമാണ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ ഈ ഒരു ലൈംഗിക താല്പര്യം ഉണരുന്ന രീതിയിലുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിൽ ഇതൊരു രോഗമോ ശാരീരിക പ്രശ്നമോ ഒക്കെയാണ് എന്ന് തെറ്റിദ്ധരിച്ച് അത് ചികിത്സിക്കാനായിട്ട് നിങ്ങൾ ഡോക്ടർമാരുടെ അടുക്കൽ ചെല്ലും. സ്ത്രീകളിൽ ഏറ്റവും അധികം ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുന്ന ഒരു രോഗമാണ് ലോ സെക്ഷൽ ഡിസയർ. അത് പരിഹരിക്കാനായിട്ട് അവർ ആവശ്യമില്ലാതെ മരുന്നുകൾ എഴുതി ചികിത്സിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ സത്യത്തിൽ ഉണ്ടായത് സ്ത്രീകളുടെ ലൈംഗിക താല്പര്യം ഇല്ലാതാവുകയല്ല, അവരുടെ ലൈംഗിക താല്പര്യം ഉണരുന്ന രീതിയിലുണ്ടായ ഒരു മാറ്റമാണ്.
പക്ഷേ അത് ഈ ഡോക്ടർമാർക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്രായോഗിക ലൈംഗികതയിലുള്ള ഒരു പരിജ്ഞാനം വേണം. ഇന്നും കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഡോക്ടർമാരോ സൈക്കോളജിസ്റ്റുകളോ ഒന്നും ഇത് അവരുടെ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്ന ഒരു വിഷയമല്ല. ഏകദേശം 90% ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടത് ഈ ഒരു പ്രായോഗിക ലൈംഗിക പരിജ്ഞാനമാണ്. ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് വിവോക്സിൻ്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിലൊന്ന്. പക്ഷേ ആ ഒരു ദൗത്യം വിജയിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. So until next time, this is Sangeet Sebastian signing off for VVox. Just sex, no shame.